അപ്പൊ ഉമ്മച്ചിക്ക് ക്ലാസ് ഉമ്മച്ചിന്റെ ക്ലാസ് കേട്ടോ. Good morning, ma'am. 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 Okay. ഇത് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് നടക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ ഇച്ചിരി തുടക്കത്തിൽ തന്നെ പറയാം. കുറച്ച് നമ്മുടെ ഇപ്പോ ഹോസ്പിറ്റലിലെ ഓരോ സെക്ഷനുകളെ കുറിച്ചാണല്ലോ നമ്മൾ ഈ ഒരു എല്ലാ ചാപ്റ്ററുകളിലായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ പഠിക്കാറുണ്ട് അല്ലെ, പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ ഇത് ഗ്രാമർ ആയിട്ടൊന്നുമല്ല, എങ്കിലും ഏകദേശം നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കുറച്ച് അബ്രിവേഷൻസ്, ചുരുക്കെഴുത്തുകളൊക്കെ ഉണ്ട് അല്ലെ, ചെറിയ ചെറിയ ടേമുകളൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടേമുകളും അതിന്റെ മീനിങ്ങുമാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ലെങ്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് മീനിങ് മാത്രം പഠിക്കാനുള്ളൂ നമുക്കിതില്ല. ഇത് കൂടുതൽ നമ്മളെ മറ്റു ക്ലാസ്സുകൾ എടുക്കുന്നത് പോലെ ഇപ്പൊ ഓരോന്നും പറഞ്ഞ് അല്ലെങ്കിൽ എക്സാമ്പിൾ പറയാനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഒന്നും തരാനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഇല്ല. ജസ്റ്റ് വായിക്കുക, മനസ്സിലാക്കുക, കുറച്ച് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുണ്ട്, കുറച്ചധികം ഉണ്ട്. പക്ഷെ ഏതൊക്കെ എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പറയാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് എല്ലാം കൂടി ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ എന്നൊന്നും കാണുമ്പോൾ തന്നെ വിചാരിക്കേണ്ട. ഈ ചാപ്റ്ററിൽ കുറച്ച് അബ്രിവേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് മീനിങ് മാത്രം. അതിന് നമ്മൾ ആ ചുരുക്കത്തിന് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് അബ്രിവേഷൻസ് മാത്രമാണ്. അത് നമ്മൾ ജസ്റ്റ് അതുപോലെ തന്നെ വൈകാട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. കാരണം നമുക്ക് വേറെ എഴുതാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ മാത്രം ജസ്റ്റ് പഠിച്ചാൽ മതി. ഓക്കെ, ഇത് ഇത്രയും എങ്ങനെ പഠിക്കും ആർക്കും ടെൻഷനൊന്നും വേണ്ട, കുഴപ്പമില്ല. ജസ്റ്റ് വായിച്ച് പഠിക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. വേറെ അതിൽ നിന്ന് എക്സ്ട്രാ ഒന്നും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ്. ഇന്ന് നിങ്ങൾ കാണുമ്പോൾ ഇത് നമ്മള് ഇത്രയും എടുത്ത ചാപ്റ്ററിൽ നിന്നും ഡിഫറെന്റ് ആയതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എല്ലാവരും? ക്ലിയർ ആണോ? നോക്കാം. ചാപ്റ്റർ 35 മെഡിക്കൽ ടെർമിനോളജി നോക്കാം. എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫില് വായിക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടോ. നിങ്ങൾ കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നൊക്കെ തന്നെ വായിച്ചു പോകും. ഓക്കെ. The language of medicine originated from Greek and Latin. Medical terminology is employed in the international language and it is also essential to communicate with the other medical workers. Medical terminology is the language used to specifically describe the human body, elements, methods, circumstances, etc. അപ്പോ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ ആ ഒരു പോയിന്റ്. മെഡിക്കൽ ടെർമിനോളജി ഇസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ടു സ്പെസിഫിക്കലി ഡിസ്ക്രൈബ് ദ ഹ്യൂമൻ ബോഡി, എലമെന്റ്സ്, മെത്തേഡ്സ്, സർക്കംസ്റ്റാൻസസ് എക്സെട്ര. Understanding terminology requires words down into their separate components of prefix, suffix, and root word and having a solid
പ്രാക്ടിക്കൽ നോളജ് ഓഫ് ദ പാർട്സ്. ഓക്കെ, നോക്കാം. അപ്പോ ലാംഗ്വേജ് ഓഫ് മെഡിസിൻസ്, നമ്മുടെ മെഡിസിൻസിനും ഓരോ ലാംഗ്വേജ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതിനാണ് നമ്മൾ ഈ മെഡിക്കൽ ടെർമിനോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ, ഇങ്ങനെ ഒരു മെഡിസിൻസിന്റെ ലാംഗ്വേജ് വരിക എന്നുള്ളത് ഒറിജിനേറ്റ് ചെയ്തത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ, ഗ്രീക്കിൽ നിന്നും ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ടേം അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഉത്ഭവിക്കുന്നത്. മെഡിക്കൽ ടെർമിനോളജി ഈസ് എംപ്ലോയ്ഡ് ഇൻ ഇന്റർനാഷണൽ ലാംഗ്വേജ്. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ മെഡിക്കൽ വർക്കേഴ്സ്. മറ്റു മെഡിക്കൽ വർക്കേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ലാംഗ്വേജ് ആവശ്യമാണ്. ഇനി എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. വായിക്കുന്നതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. മെഡിക്കൽ ടെർമിനോളജി ഇസ് ദ ലാംഗ്വേജ്, അതൊരു ലാംഗ്വേജ് ആണ് ടു സ്പെസിഫിക്കലി ഡിസ്ക്രൈബ് ഹ്യൂമൻ ബോഡി. ഇങ്ങനെയൊക്കെയാണ് ഈ ലാംഗ്വേജ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹ്യൂമൻ ബോഡി, അതുപോലെ തന്നെ എലമെന്റ്സ്, മെത്തേഡ്സ് ഓഫ് സർക്കംസ്റ്റൻസ്, മീൻസ് ഓരോ എങ്ങനെയൊക്കെയാണ്, എന്ത് സർക്കംസ്റ്റൻസ് മീൻസ് കോമൺ ആയിട്ട് നമ്മള് മൊത്തത്തില് ഒരു മിക്സ് നമുക്ക് പറയില്ലേ, അങ്ങനെയുള്ളൊരു മെയിൻ ആയിട്ട് ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കുറിച്ചും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ലാംഗ്വേജ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കിനി വഴിയെ കുറെ പഠിക്കാനുണ്ട്, ഓരോ ടേമുകളും ലാംഗ്വേജും പഠിക്കാനുണ്ട് കേട്ടോ. Understanding terminology requires words down in their separate components of, നമുക്കറിയാം ഒരു വേർഡ്സിന്റെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രിഫിക്സ്, സഫിക്സ് ആൻഡ് റൂട്ട് വേർഡ്സ്. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ പ്രിഫിക്സും സഫിക്സും എന്താണെന്ന്? ഉണ്ടോ? പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാം കേട്ടോ. എങ്ങനെയാ പ്രിഫിക്സും സഫിക്സും പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ തുടങ്ങി, അല്ലെങ്കിൽ നമുക്ക് 3rd ക്ലാസ് തുടങ്ങിയാണ്, 5th തുടങ്ങിയൊക്കെ നമ്മള് മീൻസ് ഗ്രാമർ പഠിക്കുമ്പോൾ അതില് സഫിക്സും പ്രിഫിക്സും എന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? പ്രിഫിക്സ് എന്താ? പ്രിഫിക്സും സഫിക്സും അതാർക്കും ഓർമ്മയില്ലേ? പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ചേർക്കുന്നത്? ഒരു വേർഡിന്റെ തുടക്കം നമ്മൾ ചേർക്കുന്നതിനാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്, അല്ലെ? സഫിക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, വേർഡിന്റെ എൻഡിങ്ങിൽ ചേർക്കുന്നതാണ്. അതിന്റെ ഒരു എൻഡിങ്ങിൽ ചേർക്കുന്ന ഒരു എൻഡ് ഓഫ് വേർഡിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുന്നത്. റൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിനെ തന്നെ 2-3 തരം തിരിച്ചിരിക്കുന്നത്. ഓക്കെ, വായിക്കുമ്പോ മനസ്സിലാക്കും. അപ്പോ എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് മീനിങ് മനസ്സിലായ എല്ലാവർക്കും? ഇതൊരു മെഡിക്കൽ ടേം ആണ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ വർക്കേഴ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇതൊക്കെ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ചിലപ്പോൾ ഇപ്പൊ നമുക്കറിയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കും ആ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഒരു ഔട്ട്ലൈൻ കിട്ടിയോ മെഡിക്കൽ ടെർമിനോളജി എന്താണെന്ന്? ഓക്കെ, അപ്പോ മെഡിക്കൽ ടെർമിനോളജി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിഫിക്സും സഫിക്സും എന്താണെന്ന് നോക്കാം. പ്രിഫിക്സ്. A prefix means a word attached at the beginning of a word and generally describe location and intensity. അല്ലെ? അപ്പോ പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു വേർഡിന് ഫ്രണ്ടിലായിട്ട് ബിഗിനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് പ്രിഫിക്സ് എന്ന് പറയുന്ന ഒരു ഇതിനെ പറയുന്നത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് മുന്നിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് പ്രിഫിക്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമറിൽ പഠിക്കുന്ന സെയിം പ്രിഫിക്സ് തന്നെ. ഓക്കെ, ഇനി അത് എന്തിന്റെ ഒപ്പൊക്കെയാണ് ജനറലി ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇപ്പൊ ഏതെങ്കിലും ലൊക്കേഷനോ അല്ലെങ്കിൽ ഇന്റൻസിറ്റി, അതായത് തീവ്രത, മീൻസ് നമ്മൾ തീവ്രതയേറിയ കാര്യങ്ങളൊക്കെ പറയില്ലേ, അപ്പോഴൊക്കെയാണ് നമ്മൾ പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. പ്രിഫിക്സ് ആർ ഓഫൻ ഫൗണ്ട് ഇൻ ജനറൽ ലാംഗ്വേജ്, ഓട്ടോ പൈലറ്റ്, സൺറൈസ് ആൻഡ് ട്രൈസൈക്കിൾ, അല്ലെ? ഇതിലൊക്കെയാണ് നമ്മൾ അതായത് പ്രിഫിക്സ് ചേർക്കുന്നതിന് വേണ്ടി പറയുന്നത്. ജസ്റ്റ് ആ വേർഡുകൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. എന്താണ് പ്രിഫിക്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. And in medical as well as scientific terminology, when a medical word, ventilation, അല്ലെ? വെന്റിലേഷൻ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ടേം ആണ്, അല്ലെ? നമുക്കറിയാം. കമ്പൈൻസ് ഇസ് എ പ്രിഫിക്സ്. അതിന്റെ മുന്നിൽ ഒരു പ്രിഫിക്സ് ചേർക്കുന്നത് നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയും. തീവ്രത കൂടിയതാണ്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഠിന്യമായിട്ടുള്ളത്, തീവ്രത എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അല്ലെങ്കിൽ എന്താ ഹൈപ്പർ പ്രഷർ, അല്ലെ? അങ്ങനെയൊക്കെ പറയാറുണ്ട്, തീവ്രത കൂടിയത്. അപ്പോ വെന്റിലേഷൻ എന്നുള്ളൊരു ആ ഒരു വേർഡിന് നമ്മള് ഹൈപ്പർ വെന്റിലേറ്റർ ആക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണ്? തീവ്രത കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, not all medical terms have prefix
UCAT prefix to learn identity a few of the more commonly used medical prefixes. You can make out the meaning of terms that may not be instantly familiar into. Okay, അപ്പോ എന്താണ് പ്രിഫിക്സ് എന്ന് ക്ലിയർ ആയോ? അതായത് നമ്മൾ ഒരു എന്താണ് ഒരു വേർഡിന്റെ ബിഗിനിങ്ങിൽ ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിഫിക്സ്. അത് ലൊക്കേഷനിൽ നമുക്ക് പ്രിഫിക്സ് ചേർക്കാം. അതുപോലെ തന്നെ എന്താ തീവ്രത, ഇന്റൻസിറ്റി. ഇപ്പൊ നമ്മൾ വെന്റിലേറ്റർ ടേണിട്ട് തീവ്രത കൂട്ടിക്കൊണ്ട് പ്രിഫിക്സ് ചേർത്തു. ഹൈപ്പർ വെന്റിലേറ്റർ. അപ്പൊ അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പ്രിഫിക്സ്? ക്ലിയർ ആയോ? നമ്മൾ ഒരു വേർഡിന്റെ ഫ്രണ്ടിൽ ചേർക്കുന്നതിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. മാറിപ്പോകുന്ന പാർട്ടിക്കിൾസ് സഫിക്സ് ആണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്നിൽ ചേർക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാനായിട്ട് പ്രിഫിക്സ് നമ്മള് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് പ്രീ എന്നൊക്കെ പറയില്ലേ? പ്രീ എന്ന് പറഞ്ഞാൽ തുടക്കം, ബിഗിനിങ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ബിഗിനിങ്, പ്രീ. ഓക്കെ, ബിഗിനിങ് ഓഫ് എ വേർഡ്, ഇതിനാണ് പ്രിഫിക്സ് എന്ന് വിളിക്കുന്നത്. സഫിക്സ്. സഫിക്സ് എന്താണ്? ഓപ്പോസിറ്റ്. നമ്മള് എൻഡിങ് ഓഫ് എ വേർഡ്, ഒരു വേർഡിന്റെ എൻഡിങ്ങിലാണ് സഫിക്സ് ഉപയോഗിക്കുന്നത്. നോക്കാം. Suffixes are used at the end of words to alter the real meaning. In medical terminology, suffix normally point out indicates a procedure, condition, disease or part of speech. അപ്പോ സഫിക്സ് എന്ന് പറയുന്നത് ഒരു വേർഡിന്റെ എൻഡിങ്ങിലാണ് നമ്മൾ സഫിക്സ് ചേർക്കുന്നത്. പ്രിഫിക്സ് എന്ന് വെച്ചാൽ വേർഡിന്റെ ബിഗിനിങ്ങിലും. ഇനി സഫിക്സ് നമ്മൾ യൂഷ്വലി ചേർത്ത് വരുന്നത് എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ്, പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ ഡിസീസസോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഒക്കെ ആ ഒരു എൻഡിങ്ങിലാണ് നമ്മൾ എപ്പോഴും സഫിക്സ് ചേർക്കുന്നത്. ഈ കോമൺലി യൂസ്ഡ് സഫിക്സസ് എന്തൊക്കെയാണെന്നോ എക്സാമ്പിൾ നോക്കാം. ഇറ്റ്സ്, വിച്ച് മീൻസ് ഇൻഫ്ലമേഷൻ. when this suffix paired, അതായത് ഇറ്റ്സ് അല്ലെങ്കിൽ വിച്ച് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു എന്താണ് സഫിക്സ് ആണ്. ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ ചിലപ്പോ നോക്കാം. ഇൻഫ്ലമേഷൻ അതായത് ഒരു ഡിസീസ് ആണ്. അത് നീർവീക്കം, വീക്കം എന്നൊക്കെ പറയുന്ന ഒരു ഡിസീസ് ആണ് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. when this suffix is paired with the prefix or through which means join, അതായത് ജോയിന്റുകൾക്കുള്ള നീർവീക്കം എന്നാണ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. അതായത് ഡിസീസസിന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സഫിക്സ്. അത് the word that comes out is arthritis, the inflammation of joints. ജോയിന്റ്സിനുള്ള നീർവീക്കം. Sometimes it is essential to alert the last letter or letters of the root word or prefix when suffix is added to make pronunciation easier. Pronunciation easier ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റൂട്ട് വേർഡ്സും സഫിക്സും നമ്മൾ ഉപയോഗിക്കുന്നു. അതൊന്നും നിങ്ങൾ നോക്കണ്ട. എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ് എന്നൊന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? അത്രയും. പ്രിഫിക്സ് എന്ന് പറഞ്ഞാല് വേർഡിന്റെ ബിഗിനിങ്ങിൽ വരുന്നതാണ് എന്താ പ്രിഫിക്സ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ വേർഡിന്റെ എൻഡിങ്ങിൽ വരുന്നത്. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതലൊന്നും മനസ്സിലാക്കണ്ട, ടോട്ടലി കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ പഠിക്കാം. ഓക്കെ, പ്രിഫിക്സും സഫിക്സും ഒക്കെ ആയോ? റൂട്ട് വേർഡ്സ് അതും കൂടി കഴിഞ്ഞിട്ടൊന്ന് വായിച്ചു നോക്കാവേ. റൂട്ട് വേർഡ്സ് എന്താണെന്ന് നോക്കാം. The chief parts or stem of a word is known as root word. Stem എന്ന് വെച്ചാൽ എന്താണ്? ഒരു വേർഡിന്റെ സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമ്മൾ തണ്ടിനെ, ചെടിയുടെ തണ്ടിനെയാണ് സ്റ്റെം പറയുന്നത് അല്ലെ? അപ്പോ ഈ ഒരു വേർഡിന്റെ ഒരു റൂട്ട് വേർഡിന് ഒരു ചീഫ് പാർട്ട് ഓഫ് എ സ്റ്റെം ഓഫ് എ വേർഡ്, ഒരു വേർഡിന്റെ റൂട്ട് അല്ലെങ്കിൽ സ്റ്റെം ആയിട്ടുള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റൂട്ട് വേർഡ് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുന്നത് ക്ലിയർ ആവും കേട്ടോ. A root word carries the essential meaning of the word and frequently point out a body part. We take combining form, the root word and combining vowels like I, E, O, or may be blended with another root word, a prefix or a suffix to describe particular structure or condition. Regularly used in the term EMS, then CPR. അല്ലെ? നമ്മള് ഫുൾ ഫോം ഒക്കെ തയ്യാറാക്കില്ലേ? അതിലേക്ക് റൂട്ട് വേർഡ്സ് ഏകദേശം പറയുന്നുണ്ട്. കാരണം അതില് ഇപ്പോ CPR എന്ന് വെച്ചാൽ എന്താണ്? മീൻസ് കാർഡിയോ പൾമണറി റെസ്പിറേഷൻ അല്ലെ? CPR. അതുപോലെ when we break it down, meaning എന്താണ്? അതിന്റെ ലങ്സ് എന്നാണ് അല്ലെ? മെയിൻ ആയിട്ട് CPR മീനിങ് എന്താണ്? ലങ്സ് എന്നാണ്. By executing CPR, we introduce air into the lungs and circulate
ബ്ലഡ് പ്രഷർ ഹേർട്ട് ടു റിവ്യൂ ദ പേഷ്യന്റ്. എന്താണ് CPR എന്നുള്ളത്? നമുക്കറിയാം ബ്ലഡിൽ ലങ്സില് ഒരു ബ്ലഡ് സർക്കുലേഷന്റെ ആ ഒരു ഹാർട്ടിന്റെ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ CPR എന്ന് വിളിക്കുന്നത്. സം റൂട്ട് വേർഡ്സ് മേ ബി ഓൾസോ യൂസ്ഡ് പ്രിഫിക്സ് ഓർ സഫിക്സ്. ഈ റൂട്ട് വേർഡ്സിനെ നമുക്ക് പ്രിഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. റൂട്ട് വേർഡ്സ് എന്ന് വെച്ചാൽ മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു CPR എന്നുള്ള ടേം നമ്മൾ അതിന് ഷോർട്ട് ആക്കിയേക്കുന്നതാണ് അല്ലെ. പക്ഷെ അതിന്റെ മീനിങ് എന്താണ്? ലങ്സ് അല്ലെങ്കിൽ ലങ്സിൽ വരുന്ന ഒരു ലങ്സില് ബ്ലഡിന്റെ സർക്കുലേഷൻ കൊണ്ട് വരുന്ന ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? CPR എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന് ഷോർട്ട് ആക്കിയിട്ട് ഇട്ടേക്കാണ്. അപ്പൊ ഇത് പ്രിഫിക്സ് ആയിട്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ സഫിക്സ് ആയിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് ഒരു വേർഡിന്റെ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വേർഡിന്റെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് റൂട്ട് വേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ എടുത്ത് അത്ര ഒന്ന് വായിക്കാം. മെഡിക്കൽ ടെർമിനോളജി, പ്രിഫിക്സ്, സഫിക്സ്. നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. പ്രിഫിക്സ് എന്താണെന്ന് നോക്കാം. സഫിക്സ് അണ്ടർലൈൻ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. EMS എന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിക്കൽ സർവീസ് ആണ് കേട്ടോ. EMS എക്സാമ്പിൾ എന്ന് വിളിക്കരുത്. CPR പോലെ തന്നെ EMS എമർജൻസി മെഡിക്കൽ സർവീസ്. പ്രിഫിക്സ് എന്താണെന്ന് വായിക്കാം, സഫിക്സ് വായിക്കാം. വായിച്ചില്ല അവരോ? അണ്ടർലൈൻ ചെയ്യാനുള്ളത് ചെയ്തോളൂ. മെഡിക്കൽ ടെർമിനോളജീസ് ലാംഗ്വേജ് അത് അണ്ടർലൈൻ ചെയ്യാം. റൂട്ട് വേർഡ്സ് ക്ലിയർ ആയില്ല. റൂട്ട് വേർഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു വേർഡിന്റെ സ്റ്റെമ്മായിട്ടാണ്. മീൻസ് അതായത് ഒരു വേർഡിന്റെ റൂട്ട് വേർഡ് ക്യാരീസ് എസെൻഷ്യൽ മീനിങ് അല്ലെ. അതായത് നമ്മൾ റൂട്ട് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വേർഡിന്റെ ഇപ്പൊ CPR എന്നുള്ളൊരു ടേം ഒറ്റയടിക്ക് നമ്മുടെ CPR എന്താണ് അതിനൊരു മീനിങ് ഉണ്ട് അല്ലേ. അതായത്
ഹാർട്ടിന്റെ ഒരു എന്താണ് നമ്മൾ പറഞ്ഞത് CPR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയോ പൾമണറി റെസ്പിറേഷൻ അല്ലെ. അതായത് എന്താണ് ലങ്സിൽ വരുന്ന ഒരു ലങ്സിൽ എയർ മീൻസ് ബ്ലഡ് സർക്കുലേഷന്റെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ CPR എന്ന് വരുന്നത്. അപ്പൊ ഈ ഒരു CPR എന്നുള്ളൊരു ഒറ്റ ചെറിയൊരു ഇതിലൂടെ തന്നെ ആ ഒരു വലിയ മീനിങ് ടോട്ടലി ആ ഒരു മീനിങ് ആണ് അത് ക്യാരി ചെയ്യുന്നത്. അതുപോലെ തന്നെ EMS പറഞ്ഞു, എമർജൻസി മെഡിക്കൽ അല്ലെ, എമർജൻസി മെഡിക്കൽ സിസ്റ്റം ആ ഒരു ഫോളോ ചെയ്തത്. അപ്പൊ അതൊരു ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ടോട്ടലി മീനിങ് ആണ് അത് ക്യാരി ചെയ്തതെന്നാണ് റൂട്ട് വേർഡ്സ് പറയുന്നത്. ഇനി ഇപ്പൊ നമുക്ക് പറയുന്നത് അതുപോലെ തന്നെ ഈ റൂട്ട് വേർഡ് ആണ് കമ്പൈനിങ് വവൽസ് ലൈക്ക്, അതുപോലെ തന്നെ വവൽസിന് ഇപ്പോ എന്താണ് നമുക്ക് വവൽസ് അതിനകത്ത് ആഡ് ചെയ്ത് റൂട്ട് വേർഡ്സിൽ ആഡ് ചെയ്ത് പറയാം. അതുപോലെ തന്നെ റൂട്ട് വേർഡ് പ്രിഫിക്സോ അല്ലെങ്കിൽ സഫിക്സോ ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കണ്ടീഷൻ ഏതാണോ കണ്ടീഷൻ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പൊ സഫിക്സ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഹൈപ്പർ വെച്ചിട്ട് പറയാം, തീവ്രതയേറിയതായിട്ട് പറയാം അല്ലെ. പ്രിഫിക്സ് ആണെങ്കിൽ അതിന്റെ മുന്നിൽ നമുക്ക് പ്രിഫിക്സോട് ചേർത്തുകൊണ്ട് പറയാം. ഓക്കെ, ചെറിയ ടേമിൽ അതിന്റെ എന്നാൽ അത് മൊത്തത്തില് ഒരു മീനിങ് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് പോലെയാണ് കേട്ടോ. കുറച്ച് മീനിങ് നോക്കാനുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടില്ല, വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാനോ അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഇട്ട് പറയാൻ പറ്റിയ ഒരു ചാപ്റ്റർ അല്ല കേട്ടോ. CPR ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ PDF ഉണ്ട് നോക്കി. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. ഓക്കെ, CPR ഫുൾ ഫോം ആണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേത് EMS എമർജൻസി മെഡിക്കൽ സർവീസ്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് വൺ അബ്രിവേഷൻ. എന്താണ് അബ്രിവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് അബ്രിവേഷൻ കേട്ടിട്ടുണ്ടോ? നമ്മൾ അബ്രിവേഷൻ ചെയ്യാന്നൊക്കെ പറയില്ലേ, ഇത് അബ്രിവേഷൻ അറിയാവുന്ന കമന്റ്. ഷോർട്ട് ഫോംസ് അല്ലെ, ചുരുക്കെഴുത്തുകൾ. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ചുരുക്കെഴുത്തുകൾ. അപ്പൊ നമുക്കറിയാം ഈ മെഡിക്കൽ ടേമില് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എന്ന് പറയാൻ പറ്റില്ല, ചുരുക്കെഴുത്ത് വളരെ ഷോർട്ടാക്കി നമ്മൾ പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുമ്പോൾ അതിന് നമ്മൾ പറയും കോഡ് എന്നൊക്കെ പറയാം അല്ലെ. ചെറിയ ചെറിയ കോഡ് ഉപയോഗിച്ചും അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് അബ്രിവേഷൻ. ദാറ്റ് ഈസ് ചുരുക്കെഴുത്ത്. മലയാളത്തിൽ ഷോർട്ട് നോട്ട് വായിക്കാം. Abbreviations are words which are used to shorter notes or documentation. അല്ലെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ആക്കി ചുരുക്കെഴുത്ത് എഴുതുന്നതിനെയാണ് അബ്രിവേഷൻ എന്ന് വിളിക്കുന്നത്. When using abbreviation in a patient care reports, you have better use only standard accepted abbreviations to avoid confusion and errors. അല്ലെ, അപ്പോ നമുക്കൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പേഷ്യന്റ് കെയർ റിപ്പോർട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്നാണ് പറയുന്നത്, അബ്രിവേഷൻസ് വെച്ച് എഴുതാം. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള തരത്തിലുള്ള അബ്രിവേഷൻസ് മാത്രം എഴുതാൻ പാടുള്ളൂ. കൺഫ്യൂഷനിങ്ങും എറേഴ്സും വരുന്ന രീതിയിലുള്ള അബ്രിവേഷൻസ് എഴുതാൻ പാടില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള കുറച്ച് അബ്രിവേഷൻസുകളുണ്ട്. ആ അബ്രിവേഷൻസ് മാത്രമേ പേഷ്യന്റ് റിപ്പോർട്ട്സിൽ എഴുതാൻ പാടുള്ളൂ. നമുക്ക് ഷോർട്ട് ആക്കി എഴുതുന്നത് പോലെ എഴുതാൻ പാടില്ല. അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഷോർട്ട് ഫോമുകളുണ്ട്. അതാണ് നമ്മൾ ഇനി ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന അബ്രിവേഷൻസ് മീൻസ് നിങ്ങളിപ്പോ കോളേജിലും സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോഴേ നോട്ട്സ് തരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ഷോർട്ടായിട്ട് എഴുതാറുണ്ട് ഇല്ലേ? എന്തൊക്കെയാണ് എഴുതാറുള്ളത്? നിങ്ങൾ അതിന് ഷോർട്ടായിട്ട് എഴുതാറില്ലേ? നോട്ട് എഴുതുമ്പോൾ ഒത്തിരി വലിച്ചു വാരി എഴുതുന്നതിന് പകരം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പരമാവധി ഷോർട്ട് ആക്കാറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ മെഡിക്കൽ ടേമിൽ ഷോർട്ട് ആക്കി എഴുതാൻ പാടില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തരത്തിലുള്ള അബ്രിവേഷൻസ് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, എഴുതാൻ പാടുള്ളൂ. നമ്മൾ നോട്ട് എഴുതുമ്പോ ഇമ്പോർട്ടന്റ് INP ഓക്കെ, അത് ചിലപ്പോ അക്സെപ്റ്റബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ എഴുതാറുണ്ട്? ബിക്കോസ് പിന്നെ എന്തൊക്കെയാണ് എഴുതാറുള്ളത്? അത്ര എഴുതാറുള്ളോ? HW എന്താണ് ഉദ്ദേശിച്ചത്? as soon as possible. ഓക്കെ, HW എന്തായിരുന്നു? ഹോംവർക്ക് ആണോ? HW ഉദ്ദേശിച്ചത് ഹോംവർക്ക് ആണോ എഴുതിയാണ്?
HW ഓക്കെ. ഗവൺമെന്റ് ഓക്കെ. ആൻസർ ഒക്കെ ഓക്കെ, അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണല്ലോ. ബിറ്റ്വീൻ ഓക്കെ. പിന്നെ എന്തൊക്കെ എഴുതാറുണ്ട്? അറ്റ് ഡിപ്പാർട്ട്മെന്റ്. ബിസിനസ് ഒക്കെ എഴുതുന്നത് എങ്ങനെയാ നിങ്ങള്? ബിസിനസ് ഷോർട്ട് ആക്കാറുണ്ടോ? ലോയൽ അതെന്താ ഷോർട്ട് ഉദ്ദേശിച്ചത്? ലോയൽ എനിക്ക് തന്നെ മനസ്സിലാവില്ല, ഞാൻ ചോദിച്ചത്. നമ്പർ ഓക്കെ, അതൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്. ലാഫ് ഔട്ട് ലൗഡ്, ഇത് എഴുതിയാൾക്ക് മാത്രം പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ ബിസിനസിന്റെ ഷോർട്ട് ഫോം എന്താണ്? BS അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെ BS അല്ലെങ്കിൽ BSNS അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് എന്നൊക്കെ എഴുതുമ്പോൾ MKT എഴുതുള്ളൂ, ഫുൾ ആയിട്ട് എഴുതാറില്ല. അങ്ങനെ കുറച്ച് അല്ലെ, അത് നമുക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള സ്റ്റൈലിലാണ് നമ്മൾ അബ്രിവേഷൻസ് ചെയ്തത്. എക്സെട്ര, അക്കൗണ്ട് ഓക്കെ. എക്സാം എന്തിനും അബ്രിവേഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം സംഭവം. അപ്പൊ എന്താണ് അബ്രിവേഷൻ കിട്ടിയോ? ചുരുക്കെഴുത്ത് ഇപ്പൊ ക്ലിയർ ആയോ? നമ്മൾ സ്വന്തം ചെയ്യാനുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങളോട് കുറച്ച് ചോദിച്ചത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ ഇവിടെ പറയുന്ന അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ മെഡിക്കൽ ടേമിൽ വരുന്ന അബ്രിവേഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാനായിട്ട് പാടില്ല. ഓക്കെ, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് അബ്രിവേഷൻസുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇത് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മള് നാളെ ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടവരാണ് എല്ലാവരും അല്ലെ. അപ്പൊ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും എഴുതാനും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതില് ഈ അബ്രിവേഷൻസ് ഉപയോഗിക്കാം. അവിടെ പോയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അബ്രിവേഷൻസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തരത്തിലുള്ള അബ്രിവേഷൻസ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയുള്ള അബ്രിവേഷൻസ്. This list it means to help decipher documents written by other healthcare professionals. അല്ലെ, അതായത് എന്താണ്? ചുരുക്കെഴുത്തുകൾ ഉപയോഗിക്കുമ്പോൾ അത് ആശയക്കുഴപ്പവും അങ്ങനെ എറേഴ്സും വരാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റു പ്രൊഫഷണൽസ് നമുക്ക് എഴുതി തരുന്ന കോപ്പി നിങ്ങൾക്ക് എന്തെങ്കിലും നാളെ നിങ്ങൾ ജോലിയിലേക്ക് കയറി കഴിയുമ്പോൾ എന്തെങ്കിലും പ്രൊഫഷണൽസ് എന്തെങ്കിലും കോപ്പിയോ മറ്റൊക്കെ തരികയാണെങ്കിൽ ഡോക്യുമെന്റ്സിൽ അപ്പൊ ചിലപ്പോ ഈ അബ്രിവേഷൻസ് ഫോം ആയിരിക്കും. അപ്പൊ അതുമായിട്ട് മീനിങ് തപ്പി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിത് പഠിച്ചിരിക്കണം. ഓക്കെ, it is essential to be familiar with the approved use of abbreviation in your local jurisdiction or service area. അല്ലെ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സേവനത്തിലും സർവീസ് ഏരിയയിലൊക്കെ ഇത് അബ്രിവേഷൻസ് ആവശ്യമാണ്. ഓക്കെ, ഇപ്പോ മറ്റ് ഇതുപോലെ തന്നെ ആരോഗ്യ പ്രൊഫഷണലുകളും മറ്റു വേണ്ടി രേഖകളും മനസ്സിലാക്കാനായിട്ട് ഇത് നമുക്ക് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം അല്ലെ. ഇപ്പോ എന്താണ് നമുക്കിത് നോക്കാം. അപ്പൊ കുറച്ച് അധികം അബ്രിവേഷൻസ് വരുന്നുണ്ട്. ജസ്റ്റ് കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതൊക്കെയാണ്. കുറച്ചൊക്കെ നമുക്ക് അറിയാത്തതാണ്. അറിയാത്തതൊക്കെ പഠിക്കണം. കുറച്ച് കൂടുതലുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. ഇതെല്ലാം കൂടി ഞങ്ങൾ എങ്ങനെ പഠിക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ആണോ? അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഇപ്പൊ തന്നെ കമന്റ് വന്നു കഴിഞ്ഞു, ഫുള്ള് പഠിക്കണോ വേണ്ടേ അല്ലേ? ടെൻഷൻ ഒന്നും ആവണ്ട. കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന അബ്രിവേഷൻസ് ഉണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ള അബ്രിവേഷൻസ് ആണ്. അത് കൂടാതെ കുറച്ച് കൂടുതൽ അറിയാൻ പാടില്ലാത്തതുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. അതനുസരിച്ചിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ തന്നെ ടെൻഷൻ ആവണ്ട, നമ്മൾ തുടങ്ങിയില്ലല്ലോ. അതിന് മുമ്പ് ടെൻഷൻ ഒന്നും ആവണ്ട. പറഞ്ഞു തരാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നോക്കാം. പ്രിഫിക്സ് അല്ലെങ്കിൽ അതിന്റെ മീനിങ് കേട്ടോ. പ്രിഫിക്സ് വെച്ചാൽ ഫ്രണ്ടിൽ ചേർക്കുന്നതാണ് പറയുന്നത്. അത് അബ്രിവേഷൻസ് ആണത്. കുറച്ചധികം കൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. പ്രിഫിക്സും സഫിക്സും ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. ഓരോ പ്രിഫിക്സിന്റെ മീനിങ് ആണ് നോക്കാൻ പോകുന്നത്. പ്രിഫിക്സ് ഉണ്ട്, സഫിക്സും റൂട്ട് വേർഡ്സ് എന്താണെന്ന് നോക്കാം. അബ്രിവേഷൻസ്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളത് കേട്ടോ. ഏകദേശം ഒരു 300 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. 327 ഉണ്ട്. സഫിക്സും പ്രിഫിക്സും റൂട്ട് വേർഡ്സും അബ്രിവേഷൻസ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പ്രിഫിക്സ് നോക്കാം. അത് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രിഫിക്സുകളുടെ എക്സാമ്പിൾ ആണ്. അപ്പോ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേർഡിന് ബിഗിനിങ് ആണോ എൻഡിങ്ങിലാണോ പ്രിഫിക്സ് ചേർക്കുന്നത്? ബിഗിനിങ് ആണോ എൻഡിങ് ആണോ? ബിഗിനിങ്. ഓക്കെ, പ്രീ ബിഗിനിങ്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രിഫിക്സിന്റെ മീനിങ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. പ്രിഫിക്സ് നോക്കാം. ഫസ്റ്റ് വൺ എ. ഈ എ എന്നുള്ളത് ഡിനോട്ട് ചെയ്തത് വിത്തൗട്ട് ഓർ ഫോർ വാണ്ട് ഓഫ് അല്ലെ. വിത്തൗട്ട് എന്ന് വെച്ചാൽ എന്താണ്? വിത്തൗട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ ഫോർ വാണ്ട് ഓഫ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നൊക്കെ എ എന്നുള്ളൊരു പ്രിഫിക്സ് നമ്മൾ ചേർക്കുന്നത്. ബി അല്ലെ. വെച്ചിട്ടുണ്ടെങ്കിൽ ബിയോണ്ട്. ബിയോണ്ട് എന്ന് വെച്ചാൽ എന്താണ്? അപ്പുറം എന്നുള്ളൊരു മീനിങ് ആണ്. ബിയോണ്ട്, അപ്പുറം. അറിയാൻ പാടില്ലാത്തവരൊന്നും മലയാളത്തിൽ ഞാൻ പറയുന്നതനുസരിച്ച് മീനിങ് ഒന്നും മലയാളത്തിൽ എഴുതി പോയിക്കോളൂ കേട്ടോ. പറയുന്നതനുസരിച്ച് എഴുതി പോയിക്കോളൂ. നിങ്ങള് ലാസ്റ്റ് എഴുതാൻ നിൽക്കണ്ട, മീനിങ് എഴുതി. അറിയാത്തവരാണെങ്കിൽ മലയാളം ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, കൺഫ്യൂഷൻ ആയി പോകരുത്. അബ്ഡോമൻ. എന്താ അബ്ഡോമൻ? സ്റ്റൊമക്ക് മീൻസ് എന്താണ്? ആമാശയമായിട്ട് റിലേറ്റഡ്. ആമാശയം, അബ്ഡോമൻ, ആമാശയം. ACRO, acro. എന്താണ് acro എന്ന് വെച്ചാല്? pertaining to one severity. അതായത് എന്തെങ്കിലും തീവ്രതയുമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹൈപ്പർ എന്നൊക്കെ പറഞ്ഞില്ലേ, തീവ്രത. acro, pertaining and severity, തീവ്രത. എഴുതുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ച്? ഓക്കെ, എഴുതിപ്പോയിക്കോളൂ കേട്ടോ. ഞാൻ വായിക്കുന്നതനുസരിച്ച് തന്നെ എഴുതിപ്പോയിക്കോളൂ. അല്ലെങ്കിൽ മലയാളം മീഡിയം അത് പഠിക്കണം എന്തായാലും കേട്ടോ. തീവ്രത വരെ എഴുതിയത് നമ്മള്. അക്രോ, pertaining to one severity മീൻസ് തീവ്രത. AD എന്താണ്? ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ്. അതായത് ടു വരെ, അല്ലെങ്കിൽ എന്താണ്? ദിശയിൽ, ഡയറക്ഷൻ, ദിശ. ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ്. അതായത് ടു എന്ന് വെച്ചാൽ അത് വരെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, വരെ, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ്, ദിശ. Then next one, adeno. Adeno എന്ന് വെച്ചാൽ എന്താണ്? റെഫറിങ് ടു എ ഗ്ലാൻഡ്. അഡിനോയിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അഡിനോയിഡ് കേട്ടിട്ടുണ്ടോ? തൊണ്ടയിലൊക്കെ വരുന്നൊരു ഇൻഫെക്ഷൻ ഒക്കെ ആവുന്ന ഒരു അവസ്ഥയാണ് അഡിനോയിഡ് എന്ന് പറയും. അപ്പോ എന്താണ് അഡിനോയിഡിന്റെ മീൻസ്? അഡിനോയിഡ് റെഫറിങ് ടു എ ഗ്ലാൻഡ്, ഗ്രന്ഥിയെ പരാമർശിക്കുന്നു. ഗ്രന്ഥി, തൊണ്ടയിലെ ഗ്രന്ഥിയിലെ. ഗ്രന്ഥിയെ പരാമർശിക്കുന്നത് അഡിനോയിഡ്. ഓക്കെ, നെക്സ്റ്റ് സെവൻത് നോക്കാം. ആൻ എന്നുള്ളത് നമ്മള് വിത്തൗട്ട് ഓർ ഫോർ വാണ്ട് ഓഫ്. വിത്തൗട്ട് ഓർ ഫോർ വാണ്ട് ഓഫ് അതിന്റെ മീനിങ് എന്താ? ഇല്ലാതെ. വിത്തൗട്ട് ഇല്ലാതെ, ഫോർ വാണ്ട് ഓഫ് ആവശ്യത്തിന്. ഇല്ലാതെ, ആവശ്യത്തിന്. എയ്ത്ത് വൺ നോക്കാം. ANA. അതിന് നമ്മള് മീനിങ് പറയുന്നത് അപ്പ്, ബാക്ക്, വൺ മോർ ടൈം കേട്ടോ. അപ്പ്, ബാക്ക് എന്താണ്? മുകളിലോട്ട്, അല്ലെങ്കിൽ പിന്നോട്ട്, അല്ലെങ്കിൽ വൺ മോർ ടൈം, ഒരു പ്രാവശ്യം കൂടിക്കുള്ളതാണ് ANA നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിഫിക്സിൽ. നയൻത് നോക്കാം. ആൻജിയോ. ആൻജിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിയോ അല്ലെങ്കിൽ പറയാം. വെസൽ. വെസൽ എന്ന് വെച്ചാൽ എന്താ മീനിങ്? വെസൽസ് എന്ന് പറയില്ലേ നമ്മള്? വെസൽസ് പാത്രങ്ങൾ, ഇതൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. ബ്ലഡ് വെസൽസ്. പ്രിഫിക്സ് ആയതുകൊണ്ട് രണ്ട് മീനിങ്ങും എടുക്കുന്നുണ്ട് പ്രിഫിക്സിൽ കേട്ടോ. ഹോസ്പിറ്റലിൽ ഇത് മാത്രമല്ല, രണ്ട് മീനിങ് പ്രിഫിക്സിൽ, വെസൽസ് മറ്റേ മീനിങ്ങളെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ധമനി എഴുതിക്കോളൂ.
10th നോക്കാം ആന്റി എന്ന് വെച്ചാൽ പ്രയോർ ടു ഫോർവേഡ്. Then ANTI, anti, averse to forward. Averse എന്ന് വെച്ചാൽ എന്താണ്? വിമുഖത കാണിക്കുക, മീൻസ് ഒരു അതിനോടൊരു എതിർപ്പ് കാണിക്കുക. ഫോർവേഡ് മുന്നോട്ട്. അവേഴ്സ് മീനിങ് വിമുഖത. അവേഴ്സ് വിമുഖത. Then prior to means priority കൊടുക്കാന്നൊക്കെ പറയില്ലേ നമ്മള്? എന്താ prior to എന്ന് വെച്ചാല് പ്രയോറിറ്റി കൊടുക്കാന്നൊക്കെ പറയില്ലേ? എന്താ പ്രയോറിറ്റി കൊടുക്കാന്ന് വെച്ചാൽ മുൻഗണന, പ്രയോറിറ്റി. Then ആർട്ടറിയോ. ആർട്ടറിയോ എന്ന് വെച്ചാൽ എന്താ? പരിഗണന. അതെ, ആർട്ടറിയോ. ആർട്ടറി. ആർട്ടറി എന്ന് വെച്ചാൽ എന്താണ്? അതറിയില്ലേ? അതാണ് ആർട്ടറി ധമനി. നിങ്ങൾ പറഞ്ഞില്ലേ? ആർട്ടറി ധമനി. അല്ലെങ്കിൽ ഹാർട്ട്. ഓക്കെ, ആർട്ടറിയാണ് ധമനി കേട്ടോ. ഓക്കെ, വെസൽസ്. അപ്പൊ ആർട്ടറി ധമനി. ദെൻ 13ാമത് നോക്കാം ആർത്തോ. ആർത്തോ എന്ന് വെച്ചാല് pertaining to a joint, ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ആർത്തോ എന്ന് വെച്ചാല് ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഓട്ടോ എന്ന് വെച്ചാൽ എന്താണ്? വൺ സെൽഫ്, അവിടെ സ്വയം എന്നുള്ളൊരു നമ്മളുടെ സെൽഫ് തന്നെ. ബൈ. ബൈ എന്ന് വെച്ചാൽ എന്താണ്? ടു എന്നുള്ള മീനിങ്സ് അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ? ടു. ബയോ എന്ന് വെച്ചാൽ എന്താണ്? ബിലോങ് ടു ലൈഫ്, ജീവനുള്ളത് അല്ലെ? ബയോ എന്ന് പറയുന്നത് നമ്മള് ബയോ എന്ന് വെച്ചാൽ എന്താണ്? ജീവനുള്ളത്. ബയോളജി എന്താണ്? ജീവശാസ്ത്രം അല്ലേ? ഓ, ബയോ ജീവനുള്ളത്. ബ്ലാസ്റ്റോ എന്ന് വെച്ചാൽ എന്താണ്? ജെം ഓർ സെൽസ് അല്ലെ? അണുക്കളോ അല്ലെങ്കിൽ കോശത്തെയാണ് ബ്ലാസ്റ്റോ എന്ന് വിളിക്കുന്നത്. ജെം ഓർ സെൽ. ബ്ലഫർ. ബ്ലഫറോ ഓ എന്നുള്ളത് ചേർത്ത് പറയണേ. ബ്ലഫറോ എന്ന് വെച്ചാല് ബിലോങ് ടു ആൻ ഐലിഡ് അല്ലെ? ഒരു കൺപോള. കൺപോളയിലെ ഐലിഡ് എന്ന് വെച്ചാൽ കൺപോളയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. ബ്ലഫറോ. ഓക്കെ, ഏതെങ്കിലും മീനിങ് അറിയാമായിരുന്നോ? ചിലതൊക്കെ അറിയാമല്ലേ? ഇതന്നെ നിങ്ങളോട് മലയാളത്തിൽ എഴുതിക്കോളാൻ പറഞ്ഞത് കേട്ടോ. കൺഫ്യൂഷൻ ആയി പോകരുത്. മലയാളത്തിൽ എഴുതിയിട്ടോളൂ, പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് വായിക്കാം. കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞു പോവാം കേട്ടോ. ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മീനിങ് എഴുതിയെടുത്താൽ മതി. ബ്രാഡി. ബ്രാഡി എന്ന് വെച്ചാൽ എന്താ? ഡൾ ആയിട്ടിരിക്കുക എന്നുള്ള ഒരു മീനിങ്. ഡൾ. ഓക്കെ. കാൽക്ക്. കാൽക്ക് എന്ന് വെച്ചാൽ സ്റ്റോൺ അല്ലെങ്കിൽ ഹീല്, മീൻസ് കല്ല്. ഹീൽസ് എന്ന് വെച്ചാൽ എന്താണ്? ഹീല്. ഹീൽ മീൻസ് മലയാളത്തിൽ പറയണെങ്കിൽ കുതികാൽ എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. മീൻസ് കല്ല് വെച്ചതൊക്കെ പറയില്ല ഒരാളെ പറ്റി. ശമനം. ഓക്കെ. കാർഡിയോ. കാർഡിയോ സ്റ്റോണ് കാലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാർഡിയോ എന്ന് വെച്ചാൽ എന്താ? കാർഡിയോ ബിലോങ് ടു ഹാർട്ട്. കാർഡിയോ എല്ലാവർക്കും അറിയില്ലേ? ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. സെഫലോ. സെഫലോ. സെഫലോ എന്ന് വെച്ചാല് ബിലോങ് ടു ഹെഡ്. സെഫലോ ഹെഡുമായിട്ട്, അതായത് തലയുടേത്. സെഫലോ കോഡിംഗ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? സെഫലോ അറിയാമെങ്കിലോ? സെഫലോ കോഡിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹെഡ് ടു ഫുട്ട്, നമ്മുടെ തല മുതൽ നമ്മുടെ പാദം വരെയുള്ളതിനാണ് സെഫലോ കോഡ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സൈക്കോളജി അങ്ങനെ ഒരു ടേം പറയുന്നുണ്ട്, സെഫലോ കോഡിംഗ്. ഓക്കെ, അതായത് നമ്മുടെ തല മുതൽ നമ്മുടെ പാദം വരെയുള്ള ആ ഒരു ഇതിനാണ് നമ്മൾ സെഫലോ കോഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ സെഫലോ മീൻസ് ഹെഡ്, സോറി ഹെഡ്. ഓക്കെ, then 23 നോക്കാം. സെറിബ്രോ മീൻസ് എന്താണ്? സെറിബ്രം എന്ന് വെച്ചാൽ എന്താ? സെറിബ്രം. സെറിബ്രം
സെറിബ്രം കേട്ടിട്ടില്ലേ? ബ്രെയിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ബിലോങ് ടു എ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ ഒരു പാർട്ട് മസ്തിഷ്കമാണ്. ഓക്കെ. ദെൻ സെർവിക്. എന്താ സെർവിക്? സെർവിക് നോക്കാം. ബിലോങ് ടു ദ നെക്ക് ഓർ ബിലോങ് ടു നെക്ക് ഓർ അറ്ററൽ സെർവിക്സ്. അതായത് നമ്മുടെ കഴുത്ത് അല്ലെങ്കിൽ ഗർഭാശയം എന്ന് പറയും. എഴുതി വെച്ചോളൂ, കഴുത്ത്, ഗർഭാശയം. നെക്സ്റ്റ് വൺ 25 നോക്കാം. ചോളി. ചോളെ അല്ലെങ്കിൽ ചോളി എന്നൊക്കെ പറയാം കേട്ടോ. ബിലോങ് ടു ബൈ ഓർ ഗാഡ്. എന്താ ഇതിന്റെ അർത്ഥം? ബിലോങ് ടു ബൈ ഓർ ഗാഡ്. പിത്തരസം, പിത്താശയം എന്നൊക്കെ പറയാം കേട്ടോ. കുറച്ചുപേർക്ക് അറിയാൻ തോന്നുന്നു. പിത്തരസം, പിത്താശയം. ഓക്കെ. പിത്തം, പിത്തരസം, പിത്താശയം എന്നൊക്കെ പറയാം. നെക്സ്റ്റ് വൺ നോക്കാം. ചോൺട്രോ. CHONDRO. ചോൺട്രോ. ബിലോങ് ടു കാർട്ടിലേജ്. എന്താ കാർട്ടിലേജ്? കേട്ടിട്ടില്ലേ? കാർട്ടിലേജ് മജ്ജ അല്ലെങ്കിൽ തരുണാസ്ഥി എന്നൊക്കെ പറയണ്ട മലയാളത്തില്. തരുണാസ്ഥി എന്ന് പറയും. ഓക്കെ. തരുണാസ്ഥി എന്ന് പറയും കേട്ടോ. കോൺട്ര 28. കോൺട്ര കേട്ടിട്ടുണ്ടാവുമല്ലോ. പരസ്പരം വിളിച്ച് കളിയാൻ കോൺട്ര എന്നൊക്കെ പറയും അല്ലെ? എന്താ കോൺട്ര? അഗേൻസ്റ്റ്, ഓപ്പോസിറ്റ്. എന്ത് പറഞ്ഞാലും ഓപ്പോസിറ്റ് പറയാൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? 27 പറഞ്ഞില്ല. ഓക്കെ വിട്ടുപോയിട്ടോ. സർക്കിൾ. എന്താ സർക്കിൾ എന്ന് വെച്ചാൽ 27 ആട്ടോ. സർക്കിൾ ഓൾ സൈഡ് എബൌട്ട് മീൻസ് എല്ലാ വശങ്ങളിലും. ചുറ്റളവ് എന്നൊക്കെ പറയില്ലേ? ഒരു മീനിങ് കേട്ടോ. എല്ലാ വശങ്ങളിലും, ചുറ്റളവ്. എല്ലാ വശങ്ങളിലും അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയാം. ദെൻ കോൺട്ര, അഗേൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, എല്ലാത്തിനും എതിര് പറയുന്നത്. Then കോസ്റ്റോ ബിലോങ് ടു എ റിബ്. റിബ് എന്ന് വെച്ചാൽ എന്താണ്? റിബ് വാരിയല്ല്. കോസ്റ്റോ ബിലോങ് ടു റിബ്, വാരിയല്ലുമായിട്ട് ബന്ധപ്പെട്ട്. വാരിയല്ല് എഴുതിക്കോളൂ കേട്ടോ. വാരിയല്ല്. സൈനോ, ബ്ലൂ. സൈനോസിസ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? സൈനോസിസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, പിക്ചറൊക്കെ കാണിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ഒരു ബ്ലൂയിഷ് കളർ ആവുന്നത്, വിഷാംശോ മറ്റു നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഒരു ബ്ലൂയിഷ് കളർ വരുന്നതിനെയാണ് നമ്മൾ സൈനോ വിളിക്കുന്നത്. ആ സെയിം സൈനോ തന്നെയാണ് ഇവിടെ ബ്ലൂ. സൈസ്റ്റോ. എന്താ സൈസ്റ്റോ എന്ന് വെച്ചാൽ? സിസ്റ്റോ റിലേറ്റിംഗ് ടു ബ്ലാഡർ. ബ്ലാഡർ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലാഡർ എന്താണ്? മൂത്രസഞ്ചി, മൂത്രാശയം എന്നൊക്കെ പറയാം. ഓക്കെ. യൂറിനറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. സൈറ്റോ റിലേറ്റിംഗ് ടു എ സെല്ല്, എന്തെങ്കിലും സെല്ലുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളത്. ഡി ഡൗൺ ഫ്രം കേട്ടോ. മീൻസ് താഴേക്ക് എന്നുള്ളൊരു മീനിങ്. ഡൗൺ ഫ്രം, താഴേക്ക്. ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ ഇല്ലേ? ഡെർമറ്റോളജിസ്റ്റ് സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മുടി കൊഴിച്ചിലിനും സ്കിന്നിനും അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതലും ഡെർമറ്റോളജി വരുന്നത്. ഓക്കെ. ഡി എന്ന് വെച്ചാൽ 2 times അല്ലെങ്കിൽ ഡബിൾ. DIA ഡയ അല്ലെങ്കിൽ ഡി ആണെന്ന് പറയാം. ട്രൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ത്രൂ ഓർ കംപ്ലീറ്റ്ലി. DOIS ത്രൂ അല്ലെങ്കിൽ ആഗ്നോസിങ് അബ്നോർമൽ. അതായത് എന്താണ്? കഠിനമായിട്ടുള്ള വേദനാജനകം ആയിട്ടുള്ളത്. അഗ്നോസിങ് എന്ന് വെച്ചാൽ വേദനാജനകമായിട്ടുള്ളത് കേട്ടോ. എക്ടോ 38 എക്ടോ ഔട്ട് ഫ്രം, പുറത്തു നിന്നുള്ളൊരു മീനിങ്.
Then electron 39 relating to electricity ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. Then enton inside. Then enteron എന്ന് വെച്ചാൽ റിലേറ്റിംഗ് ടു ഇന്ത്യൻ സെക്കൻഡ്സ് മീൻസ് കുടലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. Then epi up on അല്ലെങ്കിൽ മുകളിൽ up on എന്നുള്ള ഒരു മീനിങ്. ഓക്കെ, ഇത്രയും ഒന്ന് വായിച്ച് നോക്കിക്കോളൂ. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. കുടലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. വായിച്ചു എല്ലാവരും. നാൽപ്പത്തിരണ്ട് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ചുകൂടി ഉണ്ട് പ്രിഫിക്സ്. $42 വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാട്ടോ ടീച്ചർ. ക്വസ്റ്റ്യൻ ഇതുപോലെ പ്രിഫിക്സിന്റെ മീനിങ് ചോദിക്കും, അബ്രിവേഷൻസ് ചോദിക്കും, അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. അപ്പൊ അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, കുഴപ്പമില്ല, ഫോൺ പഠിക്കാൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. പിന്നെ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തു തരാനായിട്ട് ഇത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമില് ഒരു റെക്കോർഡ്സ് എന്തായാലും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് സാറ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ എന്തായാലും ഒരു ചെറിയൊരു ക്ലാസ് പോലെ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അയച്ചു തരും. ഓക്കെ, അപ്പൊ അതെല്ലാവരും കാണണം. ഇങ്ങനെയാണ് എക്സാമിന്റെ കാര്യങ്ങൾ എന്നൊക്കെ അതില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും ഇവിടെ ഉണ്ടോ?
ഉണ്ട് മാം. ഓക്കെ, ഇത്രയും ക്ലാസ് എടുക്കുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഒരു തുമ്മല് രാവിലെ ഇത് കയറിയപ്പോ തുടങ്ങിയതാ പെട്ടെന്ന്. നിങ്ങൾക്കും ഡിസ്റ്റർബ് ആയില്ലേ? ഡിസ്റ്റർബ് ആയോ? നോ മാം. പെട്ടെന്ന് കുഴപ്പമൊന്നായില്ല, വന്നപ്പോ തുടങ്ങി പെട്ടെന്ന് കോൾഡ് കൊടിയുടെ അരച്ചു തന്നതാ. ഓക്കെ, ഇത് തോന്നിയപ്പോ പെട്ടെന്ന് ക്ലാസ് എടുക്കാനും ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, ഇത്രയും 42 വരെ നോക്കിയിട്ടുണ്ട്. അതുവരെ ഒന്ന് പഠിക്കണം കേട്ടോ. 41 ഒന്ന് പറയോ? മാം 41 ആണോ? റിലേറ്റിംഗ് ടു സ്റ്റുഡന്റുമായിട്ട് റിലേറ്റ് ചെയ്തത്. ഇൻഡസ്റ്റൈൻ എന്നല്ലേ പറയണേ? ഇൻഡസ്ട്രീസ്. ആ മിസ് നേരത്തെ വായിച്ചപ്പോ വേറൊരു രീതിക്കാ വായിച്ചപ്പോ മനസ്സിലായില്ല. പെട്ടെന്ന് വായിച്ച് ഞാൻ പറഞ്ഞില്ല, കോൾഡ് ബുദ്ധിമുട്ട് വന്നു പെട്ടെന്ന്. മാം ഇതുവരെ എടുത്തതിൽ ഇമ്പോർട്ടന്റ് ആയതൊന്ന് പറഞ്ഞുതരോ? ഏതിലാണോ ഇപ്പൊ പറഞ്ഞതാണോ? അതെ. നമുക്ക് ടോട്ടൽ ചെയ്തിട്ട് ഞാൻ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ പ്രിഫിക്സിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, സഫിക്സിൽ നിന്ന് ഏതൊക്കെ പഠിക്കണം, അബ്രിവേഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ അടയാളപ്പെടുത്തി തരാം. ഓക്കെ, കഴിഞ്ഞിട്ട് പോരെ? എല്ലാം കൂടി ആകുമ്പോൾ ഇതാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും തരാം. ഈ ഒരു ചാപ്റ്റർ മെയിൻ ആയിട്ട് വേറെ ഒന്നും വരുന്നില്ല. പ്രിഫിക്സ്, സഫിക്സ്, അബ്രിവേഷൻസ്, റൂട്ട് വേർഡ്സ്, ഇത് മാത്രം പഠിക്കാനുള്ളൂ ഈ ചാപ്റ്ററിൽ. പിന്നെ കാണുമ്പോൾ ഇത് ഒത്തിരി ഉണ്ട്, അപ്പൊ എല്ലാം കൂടി പഠിക്കാൻ പറ്റില്ലല്ലോ എന്ന് നമുക്ക് അതൊരു എന്തോ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും. പക്ഷെ കുഴപ്പമില്ല. ഏതൊക്കെയാണ് പ്രിഫിക്സിൽ നിങ്ങൾ എന്തെണ്ണം പഠിക്കണം, സഫിക്സിൽ ഏതൊക്കെ പഠിക്കണം, അബ്രിവേഷൻസിൽ, റൂട്ട് വേർഡ്സിൽ ഏതൊക്കെയാണെന്ന് ഓരോന്ന് കഴിയുമ്പോൾ അതനുസരിച്ച് തരാം. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. അപ്പൊ പ്രിഫിക്സ് നമ്മൾ പകുതി അറിയുമായിട്ടുണ്ട്. പ്രിഫിക്സ് കംപ്ലീറ്റ് ആവുമ്പോൾ അതിലേതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അതിന് പോലെ മതിയോ? ഓരോന്ന് കഴിയുമ്പോൾ പറഞ്ഞുതരാം. മതിയോ? മതിയോ? ചോദിച്ചാൽ മതി മതി. ഓക്കെ, നമുക്ക് ഓരോന്ന് കഴിയുമ്പോൾ അതിൽ നിങ്ങൾ എത്ര എണ്ണം പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി പഠിക്കണ്ടെന്നല്ലാത്ത ജസ്റ്റ് വായിച്ചിട്ട് നോക്കാം. പക്ഷെ പഠിക്കണം, അല്ലെങ്കിൽ സഫിക്സിൽ ഏതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളത് പ്രിഫിക്സിന്റെ ഒരു പ്രിഫിക്സ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ട്. ഓക്കെ, സഫിക്സ് 127 പ്രിഫിക്സ് ഉണ്ട്. വളരെ കുറവാണല്ലേ? ആണോ? കുറഞ്ഞായോ? ചുമ്മാ പറഞ്ഞോ, കുഴപ്പമില്ല. എല്ലാം ഒന്നും പഠിക്കണ്ട. കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ആവശ്യമുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. സഫിക്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് പ്രിഫിക്സ് അടുത്ത ക്ലാസ്സോട് കൂടി ഇപ്പൊ എല്ലാം കൂടി മൊത്തത്തിൽ എടുത്താല് വലിയ സുഖമൊന്നുമില്ല കേട്ടിരിക്കാനായിട്ട്, അല്ലെ? അപ്പോ നെക്സ്റ്റ് പ്രിഫിക്സ് നമുക്ക് തീർക്കാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. കുറച്ചും കൂടി തീർക്കാമായിരുന്നു, പക്ഷെ എനിക്ക് ചെറിയൊരു കോളിന്റെ ഒരു പ്രോബ്ലം വന്നതുകൊണ്ട് നിങ്ങൾക്കും അത് ഡിസ്റ്റർബ് ആവാതെ നോക്കാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കേട്ടോ. അപ്പോ ഈ പ്രിഫിക്സ് തീരുമ്പോൾ അതിലെത്ര എണ്ണം 127 എണ്ണത്തില്ല ഏകദേശം എത്ര എണ്ണം ഏകദേശം നമ്മൾ പഠിക്കുന്നതായിട്ട് വരുമെന്ന് ഞാൻ പറയാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുമോ, അതിൽ അടയാളപ്പെടുത്തി വെക്കാം. അപ്പൊ ഇനി കോപ്പി കയ്യിലില്ലാത്തവരൊന്നും കോപ്പി എടുത്ത് പിടിക്കണം കേട്ടോ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. കാരണം ഇതൊന്നും ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ അത് മാത്രം ഒന്ന് ടിക്ക് ചെയ്തിട്ടാൽ മതിയല്ലോ പഠിക്കാൻ. ഇനി രണ്ടാമത് ഇത് തന്നെ വീണ്ടും നോട്ട്ബുക്കിൽ പകർത്തി എഴുതേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇപ്പൊ നമ്മള് മീനിങ് എഴുതിയിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞതനുസരിച്ച് മീനിങ് ഒക്കെ എഴുതിയെടുത്തോ. ഇനി ഏതെങ്കിലും എഴുതാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗ്രൂപ്പിലൊന്ന് ചോദിച്ചൊന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് എഴുതിയവരാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഓരോന്നും കഴിയുന്നതനുസരിച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, വേറെ ഒന്നുമില്ല ഈ ചാപ്റ്ററില്. ഇങ്ങനൊരു മീനിങ്ങും അബ്രിവേഷൻസും കാര്യങ്ങളും പഠിക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഏകദേശം ചാപ്റ്റർ ഒക്കെ കഴിയാറായോ എല്ലാ ചാപ്റ്റേഴ്സും? ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയോ എല്ലാ ചാപ്റ്റേഴ്സും? കംപ്ലീറ്റഡ് അല്ല, പക്ഷെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സ്പില്ലേജ് വേസ്റ്റ് അല്ലേ നമുക്ക് ഇനി എടുത്തിട്ടില്ലല്ലോ? സ്പില്ലേജ് വേസ്റ്റ് ഒന്നും എടുത്തെന്ന് പറഞ്ഞത് അല്ലേ? അതെ, സ്പില്ലേജ് വേസ്റ്റ് ആണ് ആതിര മാം അല്ല ശരണ്യ മാം എടുത്തിരുന്നത്, പക്ഷെ അത് കംപ്ലീറ്റ് അല്ല. ഓക്കെ, അതൊരു പകുതി ഭാഗം നിങ്ങൾ എടുത്തോ അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ? അതെ അതെ, ഇനി കുറച്ചുള്ളൂ അതിലെടുക്കാൻ. ആണല്ലേ, കുറച്ചേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ തന്നെ എനിക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് എടുക്കണത്. അപ്പൊ ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് കഴിഞ്ഞുള്ളല്ലോ, അതിന്റെ ഉടനെ തന്നെ അടുത്ത വേസ്റ്റ് കൂടി എടുക്കണല്ലോ നോക്കാണെങ്കിൽ വേറെ ചാപ്റ്റർ മാറ്റി. ആ വേസ്റ്റ് ശീലായി. അതെ, ഓക്കെ ഓക്കെ.
അല്ല എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കാരണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തുടങ്ങി ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടിട്ട് ടീച്ചർ എടുത്ത് നിർത്തിയവരെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിടാം. എന്നിട്ട് അടുത്ത പോർഷൻസിലൊക്കെ എടുക്കുക. ഹാഫ് ഞാൻ നോക്കണ്ട കേട്ടോ. ഈ ഒരു ചാപ്റ്റർ എടുത്തത് അതാണ്. കാരണം നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ. വീണ്ടും നിങ്ങൾക്ക് ബോറടിപ്പിക്കാൻ വേണ്ടി അടുത്ത വേസ്റ്റിന്റെ ചാപ്റ്റർ എടുക്കണ്ടല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഈ ഒരു ചാപ്റ്റർ എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറ് അല്ലേ? അല്ലെങ്കിൽ രണ്ടും ഒരേ ലെവലാണ് ഏകദേശം. ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒക്കെ ഏകദേശം ആ ഒരു ഫോമിൽ തന്നെയല്ലേ സ്പില്ലേജ് വേസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ സ്പില്ലേജ് വേസ്റ്റ് തുടങ്ങാം. നിങ്ങൾക്കും ഒരു ഇത് കിട്ടട്ടെ നോക്കാണ് പുതിയൊരു ഇതെടുത്തത്. ഓക്കെ, അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ ഉള്ളതിന് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണേ. മീനിങ് വെക്കാം. ഇനി കോപ്പി എടുത്ത് കയ്യിൽ വെക്കണം കേട്ടോ. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. അടുത്ത ക്ലാസ്സിൽ പ്രിഫിക്സ് ഏകദേശം തീരുന്നോന്നാണ്. പ്രിഫിക്സ് തീരുമാനം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും പ്രിന്റ് നോട്ട് ഉണ്ട് ഉണ്ടല്ലേ? ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് നോട്ടിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണോ? ടെക്സ്റ്റ് ഇതുപോലെ എല്ലാം കൂടെ ടെക്സ്റ്റ് ആക്കിങ്ങാണ്ട് നമ്മള് അങ്ങനെ എടുത്തേക്ക് ടെക്സ്റ്റ് ആക്കി. ഓക്കെ, അത് നല്ല കാര്യം. അങ്ങനെയാണ്. കോപ്പി എടുത്തതില്ലെങ്കിലും ഒരുമിച്ച് ആകുമ്പോൾ നമുക്ക് പഠിക്കാനും എളുപ്പമാണല്ലോ. പിന്നെ നമ്മൾ കയ്യിലുള്ള എക്സ്ട്രാ നോട്ടും ഉപയോഗിച്ച് പഠിച്ചാൽ മതി. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. 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 എന്റെ മോൻ പറഞ്ഞതാ. ഇവിടെ എല്ലാരും പറയുന്ന കേട്ടുകൊണ്ട് ഫോൺ എടുത്തോണ്ട് പോയി. ഒരുപാട് മെച്ചുവേർഡ് ആയ ഒരു താങ്ക് യു ആണത്. ഇതുവരെ കേട്ട ക്ലാസ്സൊക്കെ കുട്ടി കേട്ടിട്ടുണ്ട്.